സഭാകേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. പള്ളി ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാണ് വിമർശനം. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കം കോടതിയിൽ വരേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പലതവണ സർക്കാർ വിമർശനം കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. എപ്പോഴൊക്കെ പോലീസ് എത്തുമ്പോഴും വലിയ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട് വിശ്വാസികൾ. ഈ സംഭവം, അതായത് ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് പലതവണ സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്. എന്താണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനം? മാധു, നിയമത്തിന് മുന്നിൽ അത്തരത്തിലുള്ള എതിർപ്പുകൾക്കൊന്നും തന്നെ സ്ഥാനമില്ല. നിയമം സുപ്രീം കോടതിയുടെ, രാജ്യത്തെ നിയമം സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പള്ളികൾ യാക്കോബായ വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ആ നിയമപാലനം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവർത്തിച്ചു പറയുന്നത്. ഇവിടെയും കോടതി അതാണ് ആവർത്തിച്ചിരിക്കുന്നത്. 6 പള്ളികൾ, യാക്കോബായ വിഭാഗത്തിൻ്റെ കൈവശമുള്ള പള്ളികൾ 1 മാസത്തിനകം ഏറ്റെടുക്കണമെന്നതാണ് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ ഒരു സ്റ്റേ ഉണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് കോടതിയിൽ സർക്കാർ ചില നിലപാടുകൾ എടുക്കുകയായിരുന്നു. അതിലാണ് കോടതി കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു അന്ത്യശാസനം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. അതായത് ഇവിടെ കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ല എങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കോടതി ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അതായത് ഈ 6 പള്ളികൾ ഏറ്റെടുക്കാനായി 1 മാസത്തെ സമയം സർക്കാരിന് അനുവദിച്ചിരുന്നു. ആ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വന്നത്. അവിടെ ഈ പള്ളി ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെതിരെയുള്ള വിമർശനമാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു കണ്ടംപ്റ്റ് കേസാണ്. ഇനി കോടതി ശക്തമായ നടപടികളിലേക്ക് പോകും. ആ മുന്നറിയിപ്പാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പള്ളി ഏറ്റെടുക്കുന്നതിൽ എന്ത് തർക്കമുണ്ടായാലും നേരത്തെ പിറവം പള്ളിയുടെ കാര്യത്തിലടക്കം ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അത് കളക്ടറെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയാണ് ചെയ്തത്. അതേ രീതിയിൽ തന്നെ ഈ പള്ളികളും ഏറ്റെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഹൈക്കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരും. അതാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. സഭാകേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. പള്ളി ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ബിനിൽ വിവരങ്ങൾ നൽകിയത്.